അയ്യങ്കാളി തൻ്റെ പുലയ സമുദായത്തിനിടയിൽ നിലനിന്നിരുന്ന ഈ രീതിയിലുള്ള വിവേചനങ്ങൾ, ജാതീയപരമായ വിവേചനങ്ങൾ ഇല്ലാതാക്കുന്നതിനും അവർക്ക് ഒത്തൊരുമിച്ച് നിൽക്കുന്നതിനും ഒരു സംഘടന വേണമെന്നുള്ള തീരുമാനം വരികയും അതിൻ്റെ ഫലമായി അദ്ദേഹം 1907 ഒരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു. ഇതിന് അദ്ദേഹത്തിനെ സഹായിച്ചത്, അല്ലെങ്കിൽ ആ ഒരു ആശയം അദ്ദേഹത്തിന് വരാൻ കാരണം ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP എന്ന് പറയുന്ന സംഘടന തന്നെയാണ്. അങ്ങനെ ഈ സംഘടന സ്ഥാപിക്കുകയും ഇതിൻ്റെ വിവരങ്ങളൊക്കെ ജനങ്ങളിൽ എത്തിക്കുവാൻ ഇതിലൊരു മുഖപത്രം ആരംഭിക്കുകയും ആ മുഖപത്രത്തിലൂടെ സാധുജന പരിപാലന സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ പല സ്ഥലങ്ങളിലും എത്തുകയും കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള പല സ്ഥലങ്ങളിലും പ്രദേശങ്ങളിലും പുലയ സമുദായത്തിന് വേണ്ടിയിട്ട് ധാരാളം പ്രവർത്തകർ ഉണ്ടാകുകയും ചെയ്തു. എന്തൊക്കെയാണ് സാധുജന പരിപാലന സംഘത്തിനെക്കുറിച്ചുള്ള പ്രധാന പോയിന്റുകളെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത് പോയിന്റ്, അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയുടെ പേര് സാധുജന പരിപാലന സംഘം. സാധുജന പരിപാലന സംഘം. ഇവിടെ സാധുജന പരിപാലന സംഘത്തിനെക്കുറിച്ച് ഒരു പോയിന്റ് കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ, സാധുജന പരിപാലന സംഘം അറിയപ്പെടുന്ന മറ്റൊരു ഷോർട്ട് ഫോമാണ് SJPS. ഒരു പരീക്ഷയ്ക്ക് ചേരുംപടി ചേർക്കാൻ വന്ന ഒരു പോയിൻ്റാണ് സംഘടനകളും സ്ഥാപകരും. നമുക്കറിയാം, ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിനെ SNDP എന്ന് നമ്മൾ എഴുതും. അതുപോലെ ഇവിടെയും സാധുജന പരിപാലന സംഘത്തിനെ അറിയപ്പെടുന്ന മറ്റൊരു ഷോർട്ട് ഫോമാണ് എന്ത്? SJPS എന്നും കൂടെ അറിയപ്പെടും. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇവിടെ 1907 അദ്ദേഹം എന്ത് ചെയ്ത് ഈ സംഘടനയ്ക്ക് ഒരു ആരംഭം കുറിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം തന്നെയാണ് ഇവിടെ വെങ്ങാനൂർ. അവിടെ തന്നെയാണ് ഇദ്ദേഹം എന്ത് ചെയ്ത് സ്ഥാപിച്ചത്. നമ്മൾ ഇതിൻ്റെ ആദ്യ ഘട്ടത്തിൽ പറഞ്ഞു, ഈ സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നതിന് അയ്യൻകാളിക്ക് എല്ലാ പിന്തുണയും നൽകിയത് എന്തിൻ്റെ ആശയങ്ങളാണ്? നമ്മൾ പറഞ്ഞ SNDPയുടെ ആശയങ്ങളാണ്. ശ്രീനാരായണ ഗുരു ഈഴവ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി സ്ഥാപിച്ച SNDP എന്ന സംഘടനയുടെ എല്ലാ ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ആ മാതൃകയിലാണ് സാധുജന പരിപാലന സംഘം അയ്യങ്കാളി ആരംഭിച്ചത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ വെങ്ങാനൂരിൽ തന്നെയാണ് അദ്ദേഹം ഇത് സ്ഥാപിച്ചത്. എല്ലാ സംഘടനകൾക്കും അവരുടെ പ്രവർത്തന വിവരങ്ങൾ ജനങ്ങളിലോട്ടെത്തിക്കാൻ ഒരു പത്രം ആവശ്യമായിട്ട് വന്നു. അതിന് പൊതുവേ നമ്മൾ പറയുന്ന പേരാണ് മുഖപത്രം എന്ന പേരിൽ. ഇവിടെയും അയ്യൻകാളിയുടെ സാധുജന പരിപാലന സംഘത്തിന് ഒരു മുഖപത്രമുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് സാധുജന പരിപാലിനി എന്ന് പറയുന്ന പത്രം. ഇവിടെ 1907 ആരംഭിച്ച സംഘടനയുടെ മുഖപത്രം പുറത്തിറങ്ങിയത് 1913 കൃത്യമായി നമ്മൾ പഠിക്കണം. കാരണം ഏതെങ്കിലും ഒരു സംഘടനയുടെ ഒരു ആരംഭഘട്ടത്തിൽ അതിന് എല്ലാ പ്രവർത്തനത്തിനും പിന്തുണ കൊടുത്തുകൊണ്ടൊരു വാരികയോ മാസികയോ ഉണ്ടായിരിക്കും. തൊട്ടടുത്ത വർഷമോ അടുത്ത കാലയളവിലോ അതെന്ത് ചെയ്യും, ആരംഭിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ അദ്ദേഹത്തിൻ്റെ സംഘടനയായ 1907 ആരംഭിച്ച സാധുജന പരിപാലന സംഘത്തിൻ്റെ വർഷത്തിൽ നിന്നും, അല്ലെങ്കിൽ സ്ഥാപിച്ച വർഷത്തിൽ നിന്നും വളരെയേറെ താമസിച്ച്, അല്ലെങ്കിൽ വളരെ ലേറ്റായിട്ടാണ് ആ മുഖപത്രം പുറത്തിറങ്ങുന്നത്. കാരണം ആ ഒരു പുലയ സമുദായത്തിൻ്റെ ആ തരത്തിലുള്ള ഒരു ഉന്നമനം അവർക്ക് ഒരു ഗതിയും ഇല്ലാതിരുന്ന സമയത്താണ് ഒരു സംഘടന വരുന്നത്. പിൽക്കാലത്ത് 1913 സ്ഥാപിതമായെന്ന് പഠിക്കണം. ഇവിടെ വർഷം മാത്രമാണ് കേരള PSCയുടെ ചോദ്യം. എന്താണ്? സാധുജന പരിപാലിനി ഏത് സംഘടനയുടെ മുഖപത്രമാണ്? ഉത്തരം സാധുജന പരിപാലന സംഘം. ഇവിടെ സാധുജന പരിപാലിനി എന്ന് പറയുമ്പോൾ ഒരു മുഖപത്രം കൂടെ നമ്മൾ പഠിച്ചിരിക്കണം, സാധുജന ദൂതൻ. സാധുജന ദൂതൻ എന്ന് പറയുന്നത് വേറൊരു സംഘടനയുടെ മുഖപത്രമാണ്. ആ സംഘടനയുടെ പേരാണ് തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ. തിരുവിതാംകൂർ ചേരമർ മഹാജനസഭയുടെ മുഖപത്രമാണ് സാധുജന ദൂതൻ എന്ന് പറയുന്ന പത്രം. മാറിപ്പോകരുതേ, അതുകൊണ്ട് മാത്രമാണ് എടുത്ത് പറഞ്ഞത്. എങ്ങനെ? സാധുജന പരിപാലിനി ഏത് സംഘടനയുടെ മുഖപത്രമാണ്? സാധുജന പരിപാലന സംഘത്തിൻ്റേത്. എന്നാൽ സാധുജന ദൂതൻ ചേരമർ മഹാജനസഭയുടെ മുഖപത്രമാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇതിൻ്റെ സ്ഥാപകനായ, ഏതിൻ്റെ? ചേരമർ മഹാജനസഭയുടെ സ്ഥാപകനായ പാമ്പാടി ജോൺ ജോസഫിനെ കുറിച്ച് പഠിക്കും. അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് ഇത് പറയും. എങ്കിൽ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിനായിട്ട് ഇപ്പോൾ പറഞ്ഞു പോയി എന്നേ ഉള്ളൂ.
ഇവിടെ അടുത്തൊരു കേരള PSCയുടെ ചോദ്യമാണ്, സാധുജന പരിപാലിനി എന്ന് പറയുന്ന മുഖപത്രം പുറത്തിറങ്ങിയ സ്ഥലം ഏതാണെന്നാണ്. ഉത്തരം എവിടെയാണ്? ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. തിരുവനന്തപുരത്ത് ആരംഭിച്ച സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമായ സാധുജന പരിപാലനം പുറത്തിറങ്ങുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. അതൊരിക്കലും മറന്നു പോരുത്. ഒരിക്കലും വെങ്ങാനൂർ അടിച്ചു കളയരുത്. വെങ്ങാനൂർ എന്ന് പറയുന്നത് സാധുജന പരിപാലന സംഘം സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ്. അതിൻ്റെ മുഖപത്രമായ സാധുജന പരിപാലിനി പുറത്തിറങ്ങുന്നത് 1913 ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ആ പ്രസ്സിൻ്റെ പേരാണ് സുദർശന പ്രസ്. ഇവിടെ സുദർശന പ്രസ് പരീക്ഷയ്ക്ക് കേട്ട സമയത്ത് ഓപ്ഷനിൽ വന്ന മറ്റൊരു പ്രസ്സാണ് സുവർണ പ്രകാശം പ്രസ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സുവർണ പ്രകാശം പ്രസ് കൃത്യമായിട്ട് പഠിക്കണം. സുവർണ പ്രകാശം പ്രസ്. സുവർണ പ്രകാശം പ്രസ് ഏത് പത്രവുമായി ബന്ധപ്പെട്ടതെന്ന് കേട്ടാൽ അതൊരു ചോദ്യമാണ്. 1911 ഏത് വർഷമാണ്? 1911 CV കുഞ്ഞിരാമൻ ആരംഭിച്ച കേരള കൗമുദി, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പത്രമാണ് കേരള കൗമുദി. കേരള കൗമുദി പുറത്തിറങ്ങിയ പ്രസ്സിൻ്റെ പേരാണ് ഏത്? സുവർണ പ്രകാശം പ്രസ്. എന്നാൽ സുദർശന പ്രസ് ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് സാധുജന പരിപാലനയിൽ പുറത്തിറങ്ങിയ പ്രസ്സാണെന്നും മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ ദളിത് പത്രമെന്നും കൂടെ എന്തിനെ അറിയപ്പെടുന്നു? നമ്മുടെ സാധുജന പരിപാലനയെ അറിയപ്പെടുന്നു. കാരണം ദളിതർക്ക് വേണ്ടി വന്ന ആദ്യത്തെ സംഘടനയാണ് ഏത്? സാധുജന പരിപാലന സംഘം. ആ സംഘടനയുടെ മുഖപത്രമായ സാധുജന പരിപാലനയെ കേരളത്തിലെ ആദ്യത്തെ ദളിത് പത്രമെന്നും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? അറിയപ്പെടുന്നുണ്ട്. അടുത്തതായിട്ട് ഈ പറയുന്ന സംഘടനയുടെ മുഖപത്രത്തിന് ഒരു ചീഫ് എഡിറ്റർ വേണ്ടേ? ഇവിടെയും ഒരു പ്രധാനപ്പെട്ട വ്യക്തി ആ ചുമതല വഹിച്ചു. ചെമ്പുതറ കാളി ചോതി കറുപ്പൻ. ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ചെമ്പും തറ കാളി ചോതി കറുപ്പൻ എന്നും കണ്ടുവരുന്നുണ്ട്. തെറ്റില്ല. ഏതെങ്കിലും ഒരു വാക്ക് മാത്രമേ PSC എന്ത് ചെയ്തു ഓപ്ഷനിൽ തരാൻ ചാൻസ് ഉള്ളൂ. ചെമ്പും തറയെന്നോ ചെമ്പും തറ കാളി ചോതി കറുപ്പനെന്നോ നമുക്ക് എന്തിനെ പറയാം? ആ സാധുജന പരിപാലനയുടെ ആദ്യത്തെ ചീഫ് എഡിറ്ററായ വ്യക്തിയെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടും പഠിക്കണം. 1907 സംഘടന ആരംഭിച്ചത്. ഒന്നാമത്തെ ചോദ്യം. ആരാണ് സംഘടന ആരംഭിച്ചത്? അയ്യൻകാളി. രണ്ടാമത്തെ ചോദ്യം. ഏത് സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്? പുലയ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്. ആ സംഘടനയുടെ ഷോർട്ട് ഫോമാണ് SJPS. ആ പോയിന്റ് കൃത്യമായിട്ടും പഠിക്കണം. എവിടെയാണ് അദ്ദേഹം സ്ഥാപിച്ചത്? അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായി വെങ്ങാനൂരിലാണ്. ഏത് വർഷമാണ് അതിൻ്റെ മുഖപത്രം പുറത്തിറങ്ങിയത്? 1913 എവിടെ നിന്നുമാണ് അതിൻ്റെ മുഖപത്രം പുറത്തിറങ്ങിയത്? ചങ്ങനാശ്ശേരിയിൽ നിന്നാണ്. ഏത് പ്രസ്സിൽ നിന്നാണ് അതിൻ്റെ മുഖപത്രം പുറത്തിറങ്ങിയത്? സുദർശന പ്രസ്സിൽ നിന്നാണ്. എന്താണ് ആ മുഖപത്രത്തിൻ്റെ പേരെന്ന് കേട്ടാൽ സാധുജന പരിപാലനി എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഏറ്റവും പ്രധാന പോയിന്റ് അവസാനമായി പഠിച്ച പോയിന്റാണ്. ആദ്യ ചീഫ് എഡിറ്റർ ചെമ്പുന്തറ കാളി ചോതി കറുപ്പൻ. ഒരിക്കലും അയ്യൻകാളി അടിച്ചു വെച്ച് കളയരുത്. ഇവിടെ പറഞ്ഞ രണ്ട് അനുബന്ധ വസ്തുതകൾ കൂടെ നമ്മൾ ഒന്നുകൂടെ പറയുന്നു. സാധുജന ദൂതൻ എന്ന് പറയുന്നത് ചേരമറ മഹാജന സഭയുടെ മുഖപത്രമായി കണക്കാക്കുന്നു. അതുപോലെ സുവർണ പ്രകാശം പ്രസ് 1911 കേരള കൗമുദി പത്രം പുറത്തിറക്കിയ പ്രസ്സായിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? പറയുന്നു.